സ്നേഹമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിലെ താരം ഒരു വിധത്തിൽ പറഞ്ഞാൽ പത്രോസ്ലിഹയാണ്. പത്രോസ്ലിഹയെപ്പറ്റി നമുക്കറിയാം, ഒരുപാട് ബലഹീനതയുള്ള മനുഷ്യനാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും കർത്താവിൻ്റെ വീക്ഷണത്തിൽ അവൻ വെറും ബലഹീനനായ മനുഷ്യനല്ല, അവനൊരു പാറയാണ്. പത്രോസ്ലിഹായ്ക്ക് ശമയോനെ വിളിച്ച് പേരിട്ടത് പോലും നീ പത്രോസാണ്, അല്ലെങ്കിൽ പാറയാണെന്നാണ്. ആ പാറയാകുന്ന പത്രോസ്ലിഹായ്ക്ക് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? കർത്താവ് തന്നെ. സഭയ്ക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് അദൃശ്യമായ ഘടകം, രണ്ട് ദൃശ്യമായ ഘടകം. അദൃശ്യമായ ഘടകമെന്ന് പറയുമ്പോൾ ത്രിത്വത്തിലെ മൂന്നാളുകളാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൃശ്യമായ ഘടകം ഇന്ന് നമ്മൾ കാണുന്ന മാർപ്പാപ്പ, മെത്രാന്മാർ, ദൈവജനം എല്ലാവരും കൂടുന്ന ആ സമൂഹം. ഈ ദൃശ്യഘടകത്തിൻ്റെ തലവനാക്കാൻ വളരെ ലളിതമായ രീതിയിലാണ് വലിയ ആ ഭാരം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ ചോദ്യമാണ് ആ ഇൻ്റർവ്യൂവിലുള്ളത്. സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം ചോദിച്ചത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ചിലർ പറയും കർത്താവിന് 3 പ്രാവശ്യം നിഷേധിച്ചവനായതുകൊണ്ട് കർത്താവ് ആ 3 പ്രാവശ്യം ചോദിച്ചാണെന്ന് പറയും. പക്ഷെ അതല്ല. പത്രോസ്ലിഹായുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണത്. കർത്താവിനറിയേണ്ടത് അദൃശ്യഘടകമായ ത്രിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ചിന്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രീതി സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൽ അടിയുറച്ചവനാണോ ഇവൻ എന്ന് വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ട് തന്നെയാണ് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്, നീ ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. കർത്താവ് ആ 3 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടപ്പോഴാകെ അസ്വസ്ഥനാകുന്നുണ്ട്. എന്നിട്ട് പറയും, കർത്താവ് നീ എല്ലാം അറിയുന്നു, ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ 3 പ്രാവശ്യവും ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷം കർത്താവ് പത്രോസ്ലിഹായെ വലിയ ഭാരം ഏൽപ്പിക്കുകയാണ്, ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. നീ എൻ്റെ ജനങ്ങളെ, എൻ്റെ ആടുകളെ മേയ്ക്കുക. അജഗണങ്ങളെ മേയ്ക്കാൻ വേണ്ടിയുള്ള പത്രോസ്ലിഹായി കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? അദൃശ്യഘടകം തന്നെയാണ് ദൃശ്യഘടകത്തിന് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പത്രോസ്ലിഹായെ സംബന്ധിച്ച് അത് മുഴുവനായി ഉൾക്കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നീട് പത്രോസ്ലിഹ എഴുതുന്ന ലേഖനത്തിൽ വ്യക്തമായിട്ട് സഭാശ്രേഷ്ഠന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നിർബന്ധം നിങ്ങൾ അജപാലനം നടത്തേണ്ടത് അല്ലെങ്കിൽ ആടുകളെ ശുശ്രൂഷിക്കേണ്ടത് നിർബന്ധം മൂലമാകരുത്, ലാഭേച്ഛയോടെ ആകരുത്, ആധിപത്യം പുലർത്തിക്കൊണ്ട് ആകരുത്. പിന്നെ എങ്ങനെ വേണം? പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കും. നിങ്ങൾ നിർബന്ധം മൂലമാകരുത്, പ്രത്യുത സ്നേഹത്താലാകണം. ലാഭേച്ഛയോടെ ആകരുത്, തീക്ഷ്ണതയോടുകൂടിയാകണം. ആധിപത്യം പുലർത്തിക്കൊണ്ടാകരുത്, സന്മാർഗം നൽകിക്കൊണ്ടാകണം. അപ്പോൾ ലാഭേച്ഛയല്ല, തീക്ഷ്ണതയും സ്നേഹവും സന്മാർഗം നൽകുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നേതാക്കന്മാർ കഴിവുണ്ടാകണമെന്ന് പത്രോസ്ലിഹ അവിടെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പത്രോസ്ലിഹായെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിർബന്ധം അല്ലെങ്കിൽ യേശു കൊടുത്ത ആ ദൗത്യം സ്നേഹം തന്നെയാണ്. സ്നേഹത്തിന് ഒരുപാട് അർത്ഥവ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പറയും സ്നേഹവും ഇഷ്ടവും ഏറെക്കുറെ ഒന്നാണെന്ന്. പക്ഷെ രണ്ടും രണ്ടാണ്. സ്നേഹമെന്നുള്ളത് കൊടുക്കലാണ്, ഇഷ്ടമെന്നുള്ളത് എടുക്കലാണ്. പഴയ നിയമത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് അജഗണങ്ങളെ ഇഷ്ടമായിരുന്നു. കാരണം അവരിൽ നിന്ന് സേവനം സ്വീകരിക്കുക, അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുക, അതായിരുന്നു അന്നത്തെ ചിന്താരീതി. പക്ഷേ യേശുവിനെ സംബന്ധിച്ച്, പത്രോസ്ലിഹായെ സംബന്ധിച്ച് ഇഷ്ടമല്ല, സ്നേഹമാണ്. സ്നേഹം കൊടുക്കലാണ്.
കർത്താവ് സ്നേഹിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വന്തം ജീവൻ പോലും ഹോമിക്കാൻ തയ്യാറായി. സ്ത്രീത്വം മുഴുവനായി മനുഷ്യനെ സ്നേഹിച്ചു. അതുകൊണ്ട് സ്ത്രീത്വത്തിലെ രണ്ടാമത്തെ ആൾ പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് അയക്കാൻ തയ്യാറായി. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ശൈലിയാകണം സഭയിൽ മുഴുവൻ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് അദൃശ്യതലവനായ യേശുവും ദൃശ്യതലവനായ പത്രോസ്ലിഹായും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഇന്നും നമുക്കൊക്കെ ഉണ്ടാകേണ്ട ആ ചിന്ത അതുതന്നെയാണ്. പത്രോസ്ലിഹ പറയുന്നത് പോലെ നമ്മൾ നിർബന്ധം കൊണ്ടോ ലാഭേച്ഛ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ജനങ്ങളെ സമീപിക്കേണ്ടത്, അജഗണങ്ങളെ സമീപിക്കേണ്ടത്. പ്രത്യുത സ്നേഹം കൊണ്ട്, തീക്ഷ്ണത കൊണ്ട്, അതിനേക്കാൾ ഉപരി സന്മാർഗം നൽകിക്കൊണ്ട്. ആ ഒരു നല്ല മാതൃക പത്രോസ്ലിഹ നമുക്ക് നൽകുന്നു. അത് നിരന്തരം പരിപാലിച്ചു കൊണ്ടുപോകാൻ, തുടരാൻ നമുക്ക് കഴിയട്ടെ. അതിനായി പ്രാർത്ഥിക്കാം.